ആന്തൂരിലെ സാജൻ്റെ മരണം. സാജൻ്റെ മരണം എനിക്കാണ് അടുത്ത പാർട്ടി ചുമതല, ഏരിയ കമ്മിറ്റിയുടെ ചുമതല. സാജൻ്റെ മരണം നടന്നു. ആന്തൂരിൽ പറശ്ശിനിക്കടലും ആന്തൂരുമുള്ള ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. വയലൻ്റായിട്ട് ജനങ്ങളാകെ അദ്ദേഹത്താണ് എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ മരണത്തിൻ്റെ ഉത്തരവാദി വൈസ് ചെയർമാനാണ്, ശ്യാമള ടീച്ചറാണ് ഉത്തരവാദി എന്ന പ്രചരണം വ്യാപകമായി വന്നു. പുറത്തിറങ്ങി നടക്കാൻ ശ്യാമള ടീച്ചർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉയർന്നു വന്നത്. ഇത്തിരി വലിയ പ്രചരണം വന്നു. എങ്ങനെ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ചു. ഈ വിഷയത്തെ നമ്മൾ ഉടനെ അവിടുത്തെ ചെയർമാനെ രക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നേരെ തിരിക്കും. ആ നിലയിലായിരുന്നു അവിടുത്തെ അന്നത്തെ അന്തരീക്ഷം. ആരെങ്കിലും ആ പത്രക്കാർ അന്നേരം പോയവരാരും ഉണ്ടെങ്കിൽ ആർക്കറിയാം, പഴയ ആൾക്കാരും ഉണ്ടെങ്കിൽ അത്ര ഒരു അന്തരീക്ഷമായിരുന്നു. ആ അന്തരീക്ഷത്തെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പൊതുയോഗം വിളിച്ചു ചേർത്തു. ആ പൊതുയോഗത്തിൽ ആരൊക്കെ പ്രാസംഗികന്മാരറിയും? ഒന്ന് പി ജയരാജൻ, എനിക്ക് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി തോന്നുന്നു, എം പി ജയരാജൻ, ജെയിംസ് മാത്യു, ഞാനും. ജെയിംസ് മാത്യു ആണ് അവിടുത്തെ MLA എന്നും. പൊതുയോഗം വിളിച്ചു ചേർത്തു. പൊതുയോഗം വിളിച്ചു ചേർത്ത് ഈ ടീച്ചറെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതുയോഗം നടത്താൻ കഴിയില്ല. പക്ഷെ അന്നേരത്ത് പി ജയരാജൻ പറഞ്ഞു ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാവും എന്ന് പി ജയരാജൻ പ്രസംഗിച്ചു. ഞങ്ങളും പറഞ്ഞു ഇതങ്ങനെ വെറുതെ പോകില്ല, ഇത് ശക്തമായ നടപടി ഇതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ അന്ന് സമാശ്വസിപ്പിച്ചത്. പക്ഷേ അത് പിന്നീട് എന്തുണ്ടായി? അത് പറഞ്ഞതിൻ്റെ പേരിൽ, ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മളെല്ലാം ഗോവിന്ദ മാഷ നോട്ടപ്പുള്ളിയായി. പി ജയരാജൻ്റെ അനുഭവം ഞാൻ പറയുന്നില്ല, അയാളെ കാര്യം ഞാൻ പറയുന്നില്ല. അയാൾ വളരെ മത്സരിപ്പിച്ചു, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തോറ്റപ്പോൾ പിന്നീട് അയാളെ സെക്രട്ടറിയെ തിരിച്ചെടുത്തില്ല. എം പി ജയരാജൻ മത്സരിച്ചു, തോറ്റു. പിന്നീട് വന്നപ്പോൾ എം പി ജയരാജനെ തിരിച്ച് സെക്രട്ടറി ആക്കി. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി മത്സരിച്ച് തോറ്റു, കോട്ടയം ജില്ലാ സെക്രട്ടറി ആക്കി. ആരെയാ മാത്രമാക്കിയില്ല? പി ജയരാജനെ മാത്രമാക്കിയില്ല. അതിലൊന്നും എനിക്ക് ആക്ഷേപം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഇങ്ങനെ എടുത്താൽ, ഒരു നിലപാടെടുത്താൽ, ആ നിലപാടിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വേട്ടയാടൻ്റെ ഭാഗമാണ് നമ്മൾ പിന്നീട് അനുഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിലൊന്നും ടീച്ചർക്ക് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടും തയ്യാറാക്കിച്ചു. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കൃത്യമായി ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കില്ല എന്ന് സാധനോട് പറഞ്ഞ കാര്യം നമ്മുടെ സഹാക്കളും അവിടെയുള്ള മുനിസിപ്പാലിറ്റിയിലെ ആളുകളും പറഞ്ഞ കാര്യം അന്ന് അങ്ങാടിപ്പാട്ടാണ്. ആ പറഞ്ഞിട്ടാണ് നിരാശനായിട്ട് സാജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്, ഈ ഒരു വാക്കിൻ്റെ മേലെ. അപ്പോൾ ഇതാണ് അപ്പോഴുണ്ടായിട്ടുള്ള ഒരു സംഭവം. ഞങ്ങളതിൽ ഈ വികാരം ഉണ്ടായപ്പോൾ നമ്മളതിനെ തണുപ്പിക്കാൻ വേണ്ടി നടപടി ഉണ്ടാവും എന്നതാണ്. അതിൻ്റെ പേരില്ല. ഇങ്ങനെ അവിടെ പിന്നീട് പോലീസിനെല്ലാം വെച്ച് അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചു. പോലീസ് ഒരു കുറ്റക്കാരിയെല്ലാം കണ്ടെത്തി. എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നത്, അവിടെ വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ കാണാതായിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഉപയോഗിച്ച ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത് ഞാനിപ്പോൾ പോകുന്നത് അതിലൊന്നും പറയുന്നില്ല. എന്നൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ടീച്ചർ ഒരു കാൻഡിഡേറ്റാണ്. ആ നിലയിൽ അത്ര എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ജനവികാരം എന്തായിരുന്നു? ആ ജനവികാരത്തിനെ ഏതെങ്കിലും രീതിയിൽ ശമിപ്പിക്കുക എന്ന് പറയുന്നത് അന്ന് നമുക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ. നടപടി ഉണ്ടാവുമെന്ന് പറയുന്നത്, ആ പറഞ്ഞതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ ആളെ വീട്ടിൽ അവരുടെ നടപടി വന്ന്. എന്നാൽ മറ്റും ചില സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഇവിടെ മറ്റേ നമ്മുടെ ഇടപെട്ട് ദുഃഖകരമായൊരു അനുഭവം. ശരിയോ തെറ്റോ എന്തോ കാര്യങ്ങളാവട്ടെ, അതിലത്തെ നടപടി വളരെ തീഷ്ണതയുള്ള നടപടിയല്ലേ, നമ്മളൊക്കെ തന്നെ ആള്. പക്ഷെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില പക്ഷപാതപരമായ നിലപാടുകൾ ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രവണത
തളിപ്പറമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ തന്നെയാണ് എന്നോട് അവർക്കുണ്ടായിട്ടുള്ള ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.